ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ സ്പെയർ വീൽ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പെയർ ടയറിന് ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുള്ളത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. 80 km/h, അതായത് 80 കിലോമീറ്റർ സ്പീഡ് മാത്രം യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്പെയർ വീല് 80 കിലോമീറ്റർ മാത്രം ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ടയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ സ്പീഡ് കൂട്ടിയാൽ എന്തെങ്കിലും കുഴപ്പം വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇത് പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. കാരണം ഒരു ടയർ മാത്രം എന്തുകൊണ്ട് 80 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പെയർ ടയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പെയർ വീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈസ്, അതായത് നമ്മുടെ നോർമൽ ടയറിൻ്റെ സൈസ് അല്ല, അതിലും ചെറുതാണ് വരുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസിൽ ആ ടയറിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോളറാണ്. ശരിക്കും അത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അല്ലാതെ ടയർ റൊട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്പെയർ വീൽ യൂസ് ചെയ്യാറില്ല. മെയിൻലി നമുക്ക് ഈ വാഹനങ്ങളിലൊക്കെ, അതായത് ഇതുപോലത്തെ സ്പെയർ ടയർ വരുന്ന വാഹനങ്ങൾക്ക് 4 വീൽ റൊട്ടേഷൻ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 5th വീൽ നമുക്ക് എടുത്ത് റൊട്ടേഷൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനൊരു സ്പെയർ വീൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെയർ വീൽ കൊടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഒരു ടയറിന് അത്രയും കോസ്റ്റ് എഫിഷ്യൻ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനമല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നതനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ റേറ്റ് കുറയ്ക്കാൻ പറ്റിയാൽ, അതൊരു ചെറിയ എമൗണ്ടിൽ കുറയ്ക്കാൻ പറ്റിയാൽ പോലും വലിയൊരു രീതിക്ക്, അതായത് വാഹനം ഒരുപാട് ഇറങ്ങുന്ന സമയത്ത് അതുപോലെ പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മെയിനായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇപ്പോഴും അറിയാവുന്നൊരു കേസ്, പലരും സ്പെയർ വീൽ തൊടാറില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് 4 ടയർ, ആ 4 ടയർ തന്നെ റൊട്ടേഷനോ അലൈൻമെൻറ്റൊക്കെ ചെയ്ത് കൊണ്ട് നടക്കും. അല്ലാതെ ഈ സ്പെയർ വീൽ എടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് സ്പെയർ വീൽ അവിടെ ഇരുന്ന് പോകും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കഴിവതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ ഇതുപോലെ എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം ആ ടൈപ്പ് ടയേഴ്സ് യൂസ് ചെയ്യാവുള്ളൂ. 80 കിലോമീറ്റർ സ്പീഡ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ആ ടയറിന് ഒരു മാക്സിമം കപ്പാസിറ്റി, ഇപ്പോൾ 80 എന്ന് പറഞ്ഞാൽ അതിന് മേലോട്ട് ഓടത്തില്ലെന്നല്ല, പക്ഷേ 80 കിലോമീറ്റർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ള ടയർ പോലെ ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതിന് കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്ത് നിൽക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ആ ഒരു ടയർ ഈ പറയുന്ന പോലെ എല്ലാം ഒരു ടെറൈനും പറ്റുന്നൊരു ടയറും ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ടയർ സെൻറ്ററിൽ വരെ പോയി നമ്മുടെ ടയർ റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആ ടൈപ്പ് ടയർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അത് ലൈഫ് ടൈം അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് അത് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ആരും ആ ഒരു ടൈപ്പ് ടയർ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതും നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചേക്കുക. ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്ന കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു സൈസും ആ ഒരു സൈസിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിന് നമ്മുടെ ഡിക്കിയും കാര്യങ്ങളൊന്നും ഒരുപാട് സ്പേസ് കളയാതിരിക്കാൻ വേണ്ടി, ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളിക്കുന്ന രീതിക്കാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ കിടക്കണം.